15 വർഷം മുന്നേ സ്വപ്നം കണ്ട ഈ ഒരു വ്യൂ എനിക്ക് കഴിഞ്ഞ ദിവസം എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? കഥ പറയാം. ഞാൻ ചെയ്തു ലാൻഡ്സ്കേപ്പ് ആൻഡ് വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. ഞാൻ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി തുടങ്ങിയപ്പോൾ 2010-11 സമയത്ത് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കുറേ ഗ്രൂപ്പുകളിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. അവിടെ ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ നട്ജിയോന്റെ പേജുകൾ, അപ്പോൾ അതിലൊക്കെ ഓരോ ഫോട്ടോസ് കാണുമ്പോൾ ഞാൻ എടുത്ത് നോക്കി സേവ് ചെയ്ത് വെക്കും. അതിൽ ആർട്ടിസ്റ്റുകളൊക്കെ പോയി ഫോളോ ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ പതിച്ചൊരു ഫോട്ടോ ആണ് ഇന്റർനാഷണൽ ജാവയിലുള്ള മൗണ്ട് ബ്രോമയിലെ ഫോട്ടോ. അങ്ങനെ കണ്ട ഫോട്ടോ എനിക്ക് മനസ്സിൽ അന്നേ കണ്ടു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ ലോകത്തിലുണ്ടല്ലോ. ഞാൻ പഠിക്കുന്ന സമയം. അപ്പോൾ പിന്നീട് ഞാൻ ഫോട്ടോഗ്രാഫിക്ക് വരുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അത് സ്വപ്നങ്ങൾ മാത്രമായിട്ട് അന്ന് വെച്ചു. അത് കഴിഞ്ഞ് 2 വർഷം മുന്നേ ഫ്രണ്ട്സ് അഭിഷേകും മനോജും അവർ പറഞ്ഞു ജാവയ്ക്ക് ട്രിപ്പിന് കൊണ്ടുവരുന്നുണ്ട് വെച്ചു. പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. സാമ്പത്തികമായി കുറച്ച് പ്രശ്നങ്ങൾ വന്ന കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര വിഷമമായി. നമ്മൾ കണ്ട ഒരു സ്വപ്നം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കിട്ടില്ല. എനിക്ക് ശരിക്കും അസൂയ തന്നെ വന്നു കേട്ടോ, സത്യം പറയാലോ. അങ്ങനെ ഞാൻ എന്നിട്ട് കഴിഞ്ഞ മാസം എനിക്ക് ബാലില് വെഡിങ്ങിന് എൻക്വയറി വന്നു. 6 ദിവസം എക്സ്ട്രാ എടുത്തു. ഞാൻ ഇവിടെ നിന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായില്ല എവിടേക്ക് പോകേണ്ടതെന്ന്. അപ്പോഴാണ് ഞാൻ ജാവയിൽ പോയാലും നല്ല ബഡ്ജറ്റൊക്കെ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ ബഡ്ജറ്റ് ആവുന്നുണ്ട്. മടിച്ച് അവസാനം ഞാൻ വിചാരിച്ചു എന്തായാലും എടുക്കാം, ബഡ്ജറ്റ് നോക്കണില്ല, എന്തായാലും ഇത്ര നാളെ സ്വപ്നമല്ലേ, നമ്മൾ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മളത് ഭയങ്കര റിഗ്രറ്റ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ടൂർ ബുക്ക് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് സോളോ ടൂർ പാക്കേജ് ബുക്ക് ചെയ്തു. ഞാൻ ബ്രോമോ അവിടെ ഒരു 3 കാലം വിളിക്കും അതിന്റെ വ്യൂ പോയിന്റിൽ എത്തിച്ചു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രം കുറച്ച് ആൾക്കാരുണ്ടായുള്ളൂ. ഒരു 10 പേര് 12 പേര് ആ സ്ഥലത്തുണ്ടായുള്ളൂ. വിചാരിച്ചു അടിപൊളി സ്ഥലം, നല്ല ആരും ഇല്ലാത്ത സ്ഥലം കിട്ടി. അപ്പോൾ ഒരു 5 മണിയായപ്പോഴേക്കും ഒരു 500 ആൾക്കാർ, നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ആൾക്കാരായി അവിടെ. അവസാനം സൺറൈസ് ആകുമ്പോഴേക്കും ഡ്രോൺ പറത്തി. അപ്പം ഞാൻ ഇതായിരുന്നു വ്യൂ കേട്ടോ. അപ്പം ഇത് പ്രോമോ. ബാക്കിൽ നിന്ന് സൈഡിൽ നിന്ന് സൺലൈറ്റ് വന്നു തുടങ്ങി. ബാക്കിൽ കാണുന്ന മൗണ്ടനാണ് മൗണ്ട് സെമർ എന്നുള്ളത്. ക്ലൗഡ്സ് ഇല്ല, ക്ലീൻ ആണ് സ്കൈ. അപ്പോൾ എന്തെങ്കിലും ഒരു എലമെന്റ് അവിടെ നിന്ന് വേണമെന്ന് തോന്നി. ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു ആ സംഭവത്തിൽ നിന്ന് ഒരു ചെറിയൊരു ഓപ്ഷനോ അല്ലെങ്കിൽ പുക എന്തെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു. വീഡിയോ എടുക്കാൻ വേണ്ടി ഡ്രോൺ പറത്തി. കുറച്ച് നേരമായി ഇപ്പോൾ ഇത് കണ്ടു കേട്ടോ. അത്ര നേരം സൈലന്റ് ആയിരുന്ന സാധനം ആ സമയത്ത് ഇറപ്റ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഷോട്ട് കിട്ടി. സണ്ണിൽ വന്നപ്പോൾ ഇവിടുത്തെ മൊത്തത്തെ സീന മാറി. വേറെ ലെവലിൽ ലേറ്റ്. 15 വർഷം മുന്നേ കണ്ട സ്വപ്നം കണ്ട അതേ സാധനം എനിക്ക് അവിടെ കണ്ടു. ഞാൻ കണ്ട സ്വപ്നത്തിൽ കുറച്ചുകൂടി സാധനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ കുറച്ചുകൂടി ക്ലൗഡ് ബിഡ് സാധനങ്ങൾ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ക്ലൗഡ് ബിഡ് ഞാൻ ഏറ്റവും അത്ര ചേരാത്ത കാരണം അതൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ സ്വപ്നങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് ചെയ്യണം. നിങ്ങൾ പൈസയാണ് നിങ്ങൾ പ്രശ്നം എന്ന് വിചാരിച്ച് ചില സ്വപ്നങ്ങൾ നിങ്ങൾ മാറ്റി വെക്കില്ല. അല്ല ആ സമയത്ത് ആ പൈസ നമ്മൾ പോയി എന്ന് വിചാരിക്കുന്നത്, ആ പൈസ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വിചാരിക്കണം. അത് ചെയ്യുമ്പോൾ ഉണ്ടാവണ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലില്ലേ, അത് നമുക്ക് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ എത്ര പൈസ ഉണ്ടായാലും നമുക്ക് കിട്ടില്ലെന്ന് തോന്നുന്നു. പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ ചില സ്വപ്നങ്ങളെ നമ്മൾ മറക്കും. ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. വീഡിയോ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.